പീരുമേട്ടിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പരുന്തുംപാറയിൽ നീലവസന്തം തീർത്ത് കുറിഞ്ഞിപ്പൂത്തു. കണ്ണുകൾക്ക് ആനന്ദമേകി നീലിമയാർന്ന വശ്യതയേകി കുറിഞ്ഞികൾ പൂത്തത് സഞ്ചാരികൾക്കടക്കം നവ്യാനുഭവമാണ് സമ്മാനിക്കുന്നത്. മുൻ വർഷങ്ങളിലും പ്രദേശത്ത് കുറിഞ്ഞിപ്പൂത്തിരുന്നു. നിരനിരയായി കൂട്ടത്തോടെ പുൽമേട്ടിൽ പൂത്തു നിൽക്കുന്ന കുറിഞ്ഞിപ്പൂക്കൾ കാണാനും ചിത്രങ്ങൾ പകർത്താനും നിരവധി ആളുകളാണ് എത്തുന്നത്. പീരുമേട് കല്ലാർ കവലയിൽ നിന്ന് പരുന്തുംപാറയിലേക്ക് എത്തിച്ചേരുന്ന പാതയോരത്തിന് മുകൾ വശത്തായാണ് പുൽമേട്ടിൽ കുറിഞ്ഞി പൂത്തു നിൽക്കുന്നത്. മൂന്നാർ, നീലഗിരി എന്നിവിടങ്ങളിലാണ് കുറിഞ്ഞികൾ കൂടുതലായി കാണപ്പെടുന്നത്. പശ്ചിമഘട്ട മലനിരകളുടെ സ്വന്തമായ നീലക്കുറിഞ്ഞി 12 വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് പൂക്കുന്നത്. എന്നാൽ പരുന്തുംപാറയിൽ നീലക്കുറിഞ്ഞിയുടെ ഉപവിഭാഗമാണ് ഇവിടെ പൂത്തിരിക്കുന്നത്. കാണികൾക്ക് കണ്ണിന് മനോഹാരിത പരത്തുന്ന കുറിഞ്ഞി പരുന്തുംപാറയിൽ പൂത്തിരിക്കുന്നു. കേരളത്തിൽ അത്യപൂർവമായി മാത്രം കുറിഞ്ഞി പൂക്കുന്ന ഒരു പ്രദേശമാണ് പരുന്തുംപാറ. നാനാദേശത്തു നിന്നുള്ള സഞ്ചാരികൾ ഈ കാഴ്ച കണ്ട് ആസ്വദിക്കുവാനായിട്ട് പരുന്തുംപാറയിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ പ്രദേശത്തെ ഏറ്റവും മനോഹാരിതമായ ഒരു പ്രദേശമാണ് പരുന്തുംപാറ. പരുന്തുംപാറയിൽ കുറിഞ്ഞി പൂത്തിരിക്കുന്നത് നമുക്ക് എന്തുകൊണ്ടും ഈ ഓണക്കാലത്ത് വളരെ സന്തോഷകരമായ ഒരു ദൃശ്യാനുഭവമാണ്. ഒരുപാട് പേര് ഇപ്പോൾ വന്ന് കയറുന്നുണ്ടല്ലോ അവിടെ. ഇത് ചവിട്ടിക്കളയുന്ന ഒരു സാഹചര്യമൊക്കെയാണ്. അതെ, ഈ ദൃശ്യം, ഈ കാഴ്ച കാണുന്നതിനൊപ്പം ആൾക്കാർ ആ പൂ പറിക്കുകയും ചവിട്ടിക്കളയുന്ന ഒരു അനുഭവമുണ്ട്. അതിന് പ്രത്യേക ഒരു വാച്ച് ആൻഡ് ഗൈഡ്സുകളെ നിയോഗിക്കേണ്ടതും പഞ്ചായത്തും മറ്റധികൃതരും ഇത് നശിപ്പിക്കാതെ നോക്കേണ്ടത് ഒരു അത്യാവശ്യ ഘടകമാണ്. ഒരു വർഷം കൂടുമ്പോൾ പൂക്കുന്നവ മുതൽ 16 വർഷം കൂടുമ്പോൾ പൂക്കുന്ന കുറിഞ്ഞിച്ചെടികളുമുണ്ട്. വശ്യതയാർന്ന നീല നിറമുള്ളതിനാൽ നീലക്കുറിഞ്ഞിയെന്നും മേടുകളിൽ കാണപ്പെടുന്നതിനാൽ മേട്ടുകുറിഞ്ഞിയെന്നും ഇവ അറിയപ്പെടുന്നു. ഇളം വയലറ്റ്, നീല നിറങ്ങളിലാണ് ഇവ പൂക്കുന്നത്. മഴയില്ലാത്ത കാലാവസ്ഥയിൽ 3 മാസം വരെ കുറിഞ്ഞിപ്പൂക്കൾ നിലനിൽക്കും. നിലവിൽ പരുന്തുംപാറയിൽ എത്തുന്ന നിരവധി പേരാണ് ഈ കുറിഞ്ഞി വസന്തം ആസ്വദിക്കുന്നത്. ഇവിടെ എത്തി ചിത്രം പകർത്താനും ആളുകൾ സമയം ചിലവിടുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പീരുമേട്.